6 വർഷങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കാൻ ഒരുങ്ങുന്നു. ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനാണ് പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോകുന്നത്. ചൈനയിലെ ടിയാൻജിനിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. 2020 ഗാൽവാൻ താഴ്വരയിലെ സംഘർഷത്തിന് ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി ചൈനയിലേക്ക് യാത്ര ചെയ്യുന്നത്. ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 1 വരെ നടക്കുന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെ ടിയാൻജിൻ സന്ദർശിക്കും. 2019 അവസാന സന്ദർശനം. SCO ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് മുൻപ് പ്രധാനമന്ത്രി ഓഗസ്റ്റ് 30 ജപ്പാനും സന്ദർശിക്കും. ജാപ്പനീസ് പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദയ്ക്കൊപ്പം ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈന സന്ദർശിച്ചിരുന്നു. പലപ്പോഴും ചില പ്രതിസന്ധി സാഹചര്യങ്ങൾ ഇന്ത്യക്ക് ഉണ്ടാകുമ്പോൾ നരേന്ദ്രമോദി എടുക്കുന്ന നിലപാടുകൾ പല ഊഹാപോഹങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ ചൈനീസ് യാത്ര ട്രംപിനെ ഒതുക്കാനുള്ള പോക്കാണോ എന്ന അഭ്യൂഹങ്ങൾ പരക്കുമ്പോഴും നരേന്ദ്രമോദി എന്താണ് മനസ്സിൽ കണ്ടിരിക്കുന്നത് എന്ന് പ്രവചിക്കാനാവില്ല എന്നതാണ് വാസ്തവം. കണക്കുകൂട്ടലും കിഴിക്കലും ഒക്കെയായി രാജ്യം കാത്തിരിക്കുമ്പോൾ മോദി ഉറച്ച തീരുമാനങ്ങളിലൂടെ എത്തേണ്ടിടത്ത് എത്തിയിരിക്കും. ഉച്ചകോടിക്കിടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി മോദി ഉഭയകക്ഷി ചർച്ച നടത്തിയേക്കും. കഴിഞ്ഞ വർഷം കസാനിൽ ബ്രിക്സ് ഉച്ചകോടിക്കിടെയാണ് അവസാനമായി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയത്.